ഹലോ ഡെവലപ്പേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കോഡീസ് വിത്ത് അനു. നമ്മളിത് റിയാക്ടിന്റെ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോഴും അതിന്റെ ഒരു ക്രൂഷ്യൽ കോമ്പോണന്റ് ആണല്ലേ ഫോംസ് എന്ന് പറയുന്നത്. അതിപ്പോ നമ്മുടെ പ്രൊജക്ടിന്റെ രജിസ്ട്രേഷൻ ലോഗിൻ ഫോം തൊട്ട് എല്ലാ മോഡ്യൂൾസിലും ഈ കോമ്പോണന്റ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഈ ഫോമിന്റെ ഡാറ്റ മാനേജ് ചെയ്യാനും വാലിഡേഷൻസ് സെറ്റ് ചെയ്യാനൊക്കെ നമ്മൾ മാനുവൽ ആയിട്ടും ചെയ്യാറുണ്ട്. അതുപോലെ കസ്റ്റം ലൈബ്രറീസും യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വാനില ജാവാസ്ക്രിപ്റ്റ് എടുത്താൽ അവിടെ നമ്മൾ ജെകോറി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം കുറെ മോഡേൺ ആയിട്ടുള്ള ലൈബ്രറീസ് അവൈലബിൾ ആണ് ഫോം വാലിഡേഷന് വേണ്ടിയിട്ട്. അതുപോലെ റിയാക്ടിലേക്ക് വരുമ്പോഴും നമ്മൾ ഫണ്ടമെന്റൽസിന്റെ വീഡിയോസിൽ ഫോംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഫോംസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, മാനുവൽ ആയിട്ട് വാലിഡേഷൻസ് സെറ്റ് ചെയ്യാം, ഫോം ഡാറ്റേനെ സ്റ്റേറ്റ് മാനേജ് ചെയ്യാം, ഫോം സബ്മിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. മാനുവൽ ആയിട്ട് ചെയ്യുന്നത് ഒരു ടൈം കൺസ്യൂമിങ് പ്രോസസ് അല്ലേ. മാത്രമല്ല നമ്മുടെ കോഡിന്റെ കോംപ്ലക്സിറ്റി ഇത് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഇതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ലൈബ്രറിയാണ് റിയാക്ട് ഹുക്ക് ഫോം എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി റിയാക്ട് ബിൽറ്റ് ഇൻ ഹുക്സ് പഠിച്ചിട്ടില്ലേ? ഏതൊക്കെയായത്? യൂസ് സ്റ്റേറ്റ്, യൂസ് കോണ്ടാക്ട്സ് ഹുക്ക്, അതുപോലെ യൂസ് എഫക്ട് ഹുക്ക് ഒക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ ഒരു ലൈബ്രറിയാണ് ഈ റിയാക്ട് ഹുക്ക് ഫോം എന്ന് പറയുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരു ഫോം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് 3 കാര്യങ്ങളല്ലേ ചെയ്യുക. അതിന്റെ ഫോം ഡാറ്റ മാനേജ് ചെയ്യുക, വാലിഡേഷൻസ്, ഫൈനലി ഫോം സബ്മിഷൻ. അപ്പൊ ഈ 3 കാര്യം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ലൈബ്രറി യൂസ് ചെയ്തിട്ട്. വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോമ്പോണന്റിന്റെ റീ റെൻഡറിങ് കൗണ്ട് ഇത് റെഡ്യൂസ് ചെയ്യും. അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആദ്യം ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഒരു റിയാക്ട് പ്രൊജക്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പൊ ഞാൻ ഓൾറെഡി എന്റെ സിസ്റ്റത്തിലെ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ നമ്മുടെ റിയാക്ടിന്റെ മെറ്റീരിയൽ യുഐന്റെ സെയിം പ്രൊജക്ട് തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ പുതിയൊരു പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല. മെറ്റീരിയൽ യുഐന്റെ സീരീസ് നമ്മൾ പാരലൽ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഈ ഫോംസും മെറ്റീരിയൽ യുഐയും കൂടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ സ്റ്റാക്കിൽ ഒരു കംപ്ലീറ്റ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മളൊരു സിമ്പിൾ പ്രൊജക്ട് ആയിരിക്കും കേട്ടോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ കുറെ പേര് ഈ പ്രൊജക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് വെയിറ്റ് ചെയ്യാട്ടോ. ഈ 2 ടോപ്പിക്കും കൂടെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലൈബ്രറി ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്ന കമാൻഡ് ഇതാണ്: npm സ്പേസ് ഇൻസ്റ്റാൾ സ്പേസ് റിയാക്ട് ഹുക്ക് ഫോം. ഈ ഒരു സിംഗിൾ കമാൻഡേ ഉള്ളൂ. എൻ്റർ അടിച്ച് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുൾ ആയിട്ടാണെങ്കിൽ നമ്മുടെ package.json ഫയലിൽ വന്നിട്ട് ഡിപ്പെൻഡൻസി പോർഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പൊ എനിക്ക് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ട്. 7.5.2.1 ഇതാണ് എന്റെ വേർഷൻ, ലേറ്റസ്റ്റ് വേർഷൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു HTML ഫോം ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോ ഒരു ബേസിക് HTML ഫോം ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊരു സിമ്പിൾ CSSും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും HTML ഫോംസും CSS ഒക്കെ സെറ്റ് ചെയ്യാൻ അറിയാലോ. അപ്പൊ എന്റെ ഫോം ഇതാണ്: ഒരു നെയിം ഫീൽഡ്, ഒരു ഇമെയിൽ, ഒരു പാസ്വേഡ്, ഒരു രജിസ്റ്റർ സബ്മിറ്റ് ബട്ടൺ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഈ കോഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പ്രീ ഡിഫൈൻഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ ഫോമിന്റെ ഡാറ്റ മാനേജ്മെന്റും വാലിഡേഷൻസും ഒക്കെ ചെക്ക് ചെയ്ത് നോക്കാം. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും HTML, CSS, ജാവാസ്ക്രിപ്റ്റ്, റിയാക്ട് ഫണ്ടമെന്റൽസ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. കാരണം ഇതൊരു ലൈബ്രറിയാണ്. അപ്പൊ ഇതെന്താണെന്ന് മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് റിയാക്ട് എന്താണെന്ന് അറിയണം അല്ലെ. റിയാക്ടിന്റെ ഫണ്ടമെന്റൽസും ഹുക്സും നിങ്ങൾ കവർ ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലൈബ്രറീനെ ഇമ്പോർട്ട് ചെയ്യണം. യൂസ് ഫോമിനെ ഇമ്പോർട്ട് ചെയ്യുക ഫ്രം റിയാക്ട് ഹുക്ക് ഫോം. ഈ സാധാരണ നമ്മൾ ഹുക്സിൽ നെക്സ്റ്റ് എന്താ ചെയ്യുക? ഇതൊരു ഫംഗ്ഷൻ ആണ്. ഈ ഫംഗ്ഷനെ കോഡ് ചെയ്യൂ അല്ലെ. ഇപ്പൊ നോർമൽ നമ്മുടെ ബിൽറ്റ് ഇൻ ഹുക്കില്ലേ, അതുപോലെ തന്നെ ഒരു ഹുക്കാണ് ഇതും. ഇപ്പൊ നമ്മൾ യൂസ് സ്റ്റേറ്റ് ഹുക്ക്, യൂസ് എഫക്ട് ഹുക്ക്, യൂസ് കോണ്ടാക്ട്സ് ഹുക്ക് ഒക്കെ ഓൾറെഡി പഠിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ യൂസ് ഫോം ഹുക്കിനെ കോൾ ചെയ്യാം. ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിന്റെ അകത്ത് നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസും മെത്തേഡ്സും അവൈലബിൾ ആണ് ഈ ഡാറ്റ മാനേജ്മെന്റിനും വാലിഡേഷൻസിനും ഒക്കെ വേണ്ടിയിട്ട്. സോ ഞാനൊരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുവാണ്. ഫോം എന്നാണ് ഞാൻ ഈ ഒബ്ജക്റ്റിന് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോറി, ഞാൻ ഇമ്പോർട്ട് ചെയ്തപ്പം ബ്രേസസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്തത് ബേസിക് ആയിട്ട് യൂസ് ഫോം ഹുക്കിനെ കോൾ ചെയ്തു. ആ ഒരു റിട്ടേൺ ചെയ്യുന്ന ഒബ്ജക്റ്റ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു അല്ലെ. ഫോം ഡാറ്റ ഹാൻഡ്ലിങ്ങിന് ഇത് മാത്രം പോരല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹുക്കിനെയും, അതായത് ഈ യൂസർ ഫോം ഹുക്കിനെയും നമ്മുടെ ഫോം കൺട്രോൾസിനെയും കൂടെ കണക്ട് ചെയ്യണം അല്ലെ. അതായത് ഈ ഒരു ഹുക്കിലേക്ക് നമ്മുടെ കൺട്രോൾസിനെ രജിസ്റ്റർ ചെയ്യണം. അതിന് ഈ ഫോം റിട്ടേൺ ചെയ്യുന്ന ഫോം ഒബ്ജക്റ്റിൽ തന്നെയുണ്ട്
രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. സോ ഞാൻ ഈ ഒബ്ജക്റ്റ് ഒന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. രജിസ്റ്റർ മെത്തേഡിനെ ഡിഫൈൻ ചെയ്യുന്നു ഈക്വൽ ടു ഫോം. ഇനി എന്താ ഈ രജിസ്റ്റർ മെത്തേഡ് എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ കൺട്രോളിനെയും ഈ യൂസ് ഫോം ഹുക്കിലേക്ക് രജിസ്റ്റർ ചെയ്യുവാണ്. വൺസ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇൻപുട്ട് ഫീൽഡ് അല്ലെങ്കിൽ ആ കൺട്രോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതായത് വാലിഡേഷൻസ്, അതിന്റെ കറന്റ് വാല്യൂ ചേഞ്ചസ്, നമ്മൾ ആ ഫീൽഡിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്, യൂസർ ഇന്ററാക്ഷൻസ്, എറേഴ്സ് എല്ലാം ഈ ഒരു ലൈബ്രറി ഹാൻഡിൽ ചെയ്തോളും. ഈ രജിസ്റ്റർ എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ആണ്. ഇതിൽ നമ്മൾ ആ കൺട്രോളിനെ പാസ് ചെയ്യണം. ബാക്ക് എൻഡിൽ ഇത് നമുക്ക് 4 കാര്യങ്ങൾ ബേസിക് ആയിട്ട് റിട്ടേൺ ചെയ്യുന്നുണ്ട്. കൺട്രോൾ നെയിം, റെഫറൻസ്, അതേപോലെ ആ കൺട്രോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവന്റ്സ്. ഇപ്പൊ ഒരു ടെക്സ്റ്റ് ബോക്സ് ആണെങ്കിൽ എന്തൊക്കെ ഇവന്റ്സ് ആയിരിക്കും വരിക, ഒരു ചേഞ്ച് ഇവന്റ്, ബ്ലർ ഇവന്റ് ഒക്കെ ഇല്ലേ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് നോക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ഏതൊക്കെ ഫോം കൺട്രോൾസ് ആണോ ഈ ഹുക്കുമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെയെല്ലാം ഈ ഫോം മെത്തേഡിനെ കോൾ ചെയ്യുക വിത്ത് ആ കൺട്രോളിന്റെ നെയിം. ഓക്കെ, ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ പറഞ്ഞു 4 കാര്യങ്ങൾ ഇത് റിട്ടേൺ ചെയ്യുന്നുണ്ടെന്നല്ലേ. സോ സ്പ്രെഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ മെത്തേഡിനെ കോൾ ചെയ്യുന്നത്. ഫസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നു, രജിസ്റ്റർ മെത്തേഡിനെ കോൾ ചെയ്യുന്നു, വാല്യൂ ആയിട്ട് കൺട്രോൾ നെയിം പാസ് ചെയ്ത് കൊടുക്കുക. എന്റെ ഫസ്റ്റ് നെയിം എന്നല്ലേ എന്റെ കൺട്രോൾ, സോ ഞാൻ നെയിം പാസ് ചെയ്ത് കൊടുത്തു. രണ്ടാമത്തത് ഇമെയിൽ ആണ്. അഗെയിൻ സ്പ്രെഡ് ഓപ്പറേറ്റർ, രജിസ്റ്റർ മെത്തേഡ്, കൺട്രോൾ വാല്യൂ, ഇമെയിൽ. ലാസ്റ്റ് വൺ പാസ്വേഡ് ആണ്. സ്പ്രെഡ് ചെയ്യുന്നു, രജിസ്റ്റർ മെത്തേഡ്, പാസ്വേഡ്. നമ്മുടെ ഫോം കൺട്രോൾസ് എല്ലാം ഈ മെത്തേഡുമായിട്ട് രജിസ്റ്റർ ചെയ്തു. ഇനി ഇതിന്റെ വാല്യൂസ് നമുക്ക് ട്രാക്ക് ചെയ്യാം. അതായത് ഡാറ്റ മാനേജ്മെന്റ് ആണെങ്കിലും വാലിഡേഷൻസ് ആണെങ്കിലും ഈ ലൈബ്രറി ത്രൂ ചെയ്യാം. ഫോം സബ്മിഷനും കൂടെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ. സോ ഞാൻ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോം സബ്മിഷൻ ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് 2 സ്റ്റെപ്പിൽ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആസ് യൂഷ്വൽ ഫണ്ടമെന്റൽസിൽ നമ്മൾ ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ. അതായത് സബ്മിഷൻ ആയിട്ട് നമ്മളൊരു മെത്തേഡ് എഴുതണം. സബ്മിറ്റ് ഇവന്റ് ട്രിഗർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കസ്റ്റം ഫംഗ്ഷനെ ആയിരിക്കും കോൾ ചെയ്യുന്നത്. സോ ഞാനൊരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഓൺ സബ്മിറ്റ് FTN ഫംഗ്ഷൻ എന്നാണ് ഇതിന് നെയിം കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ബേസിക്സിന്റെ വീഡിയോയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ പറഞ്ഞ ബേസിക്സ് കണ്ടിട്ടേ ഇത് കാണാവുള്ളൂ. ഇനി ഫോം ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഹാൻഡിൽ സബ്മിറ്റ്. അത് ഈ ഫോമിന്റെ സബ്മിഷൻ ഇവന്റിനെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് കോൾ ചെയ്യുന്ന മെത്തേഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് മാനേജ്മെന്റിനും വാലിഡേഷൻസിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഞാൻ ഡീസ്ട്രക്ചറിങ് ചെയ്തിട്ട് ആ മെത്തേഡും കൂടെ ആക്സസ് ചെയ്യുവാണ്, ഹാൻഡിൽ സബ്മിറ്റ്. നെക്സ്റ്റ് ഞാൻ ഈ ഫോം കൺട്രോളിൽ വന്നിട്ട് ഓൺ സബ്മിറ്റ് ഇവന്റിനെ ഡിഫൈൻ ചെയ്യുവാണ്. ഇതില് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബിൽറ്റിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഹാൻഡിൽ സബ്മിറ്റിനെ കോൾ ചെയ്യുന്നു. അതിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഓൺ സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനിലെ ബിൽറ്റിൻ ഫംഗ്ഷൻ അതിനെ പാസ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ഇവന്റ് ട്രിഗർ ചെയ്യും. അത് ഈ ഫോമിന്റെ ബിൽറ്റിൻ ഫംഗ്ഷൻ ഹാൻഡ് സബ്മിറ്റിലേക്ക് കോൾ പോവും. അവിടെ ഈ വാലിഡേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് വൺ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പാസ് ചെയ്യുന്ന കോൾ ബാക്ക് ഫംഗ്ഷനിന് പിന്നെ കോൾ ചെയ്യും. കോൾ ചെയ്യുമ്പം ആ ഫോമിന്റെ ഡാറ്റ ഒരു അരയായിട്ട് പാസ് ചെയ്തിട്ടുണ്ടാവും. സോ ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ ഒരു കൺസോൾ സ്റ്റേറ്റ്മെന്റ് ഇട്ടിട്ട് ഫസ്റ്റ് ഞാൻ ഫോം സബ്മിറ്റ് എന്നൊരു മെസ്സേജ് കൊടുക്കുന്നു. കോം ഇട്ടിട്ട് ഡാറ്റനെ പാസ് ചെയ്യണം. നമ്മൾ ഈ ഡാറ്റനെ കൺസോൾ ചെയ്തു. ഇനി നമുക്ക് ബ്രൗസറിൽ വന്നിട്ട് ഇതിന്റെ ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുവാണ്. ഞാൻ യൂസർ നെയിം ആയിട്ട് അനു സിജു എന്ന് കൊടുക്കുന്നു. ഇമെയിൽ ആയിട്ട് അനു. ഇമെയിലിന്റെ വാലിഡേഷൻസ് ഒക്കെ നമുക്ക് ഇനി ചെയ്യണം കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഒരു സാമ്പിൾ ഡാറ്റ കൊടുക്കുകയാണ്. .com എന്ന് കൊടുക്കുന്നു. പാസ്വേഡ് 1234 കൊടുക്കുന്നു. ഇനി ഇൻസ്പെക്ട് ചെയ്തിട്ട് കൺസോൾ എടുക്കുക. രജിസ്റ്റർ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ സബ്മിഷൻ ഇവന്റിനെ ട്രിഗർ ചെയ്യും. സബ്മിഷൻ ഇവന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാൻഡിൽ സബ്മിറ്റിൽ പോയി വാലിഡേഷൻസ് ഒക്കെ ചെയ്ത് ഡാറ്റ റിട്ടേൺ ചെയ്യും. നമ്മുടെ കോൾ ബാക്ക് ഫംഗ്ഷനെ ട്രിഗർ ചെയ്യും. ആ കോൾ ബാക്ക് ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ ഡാറ്റ പാസ് ചെയ്യും. ആ ഡാറ്റയാണ് നമ്മളിവിടെ
കൺസോൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ആ കൊടുത്തിരിക്കുന്ന കൺസോളിന്റെ ആ ടെക്സ്റ്റ് ഫോം സബ്മിറ്റും അതിന്റെ കൂടെ എന്റെ ഡാറ്റയും വന്നു. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്റ്റർ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? അതായത് രജിസ്റ്റർ മെത്തേഡ് ഈ ഹുക്കുമായിട്ട് നമ്മുടെ കൺട്രോൾസിനെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡാറ്റ ട്രാക്ക് ചെയ്യാൻ വാലിഡേഷൻ ഒക്കെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ റിട്ടേൺ ചെയ്യുന്ന ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ കീ വാല്യൂ പേയേഴ്സ് ആയിട്ടാണ് ഡാറ്റ വന്നിരിക്കുന്നത്. കീ ആയിട്ട്, അതായത് ഒരു ഒബ്ജക്റ്റ് ആയിട്ടാട്ടോ ഡാറ്റ വന്നത്. ഞാൻ നേരത്തെ തെറ്റിയിട്ട് അരേന്ന് പറഞ്ഞതാണ്. ഇവിടെ കീ ആയിട്ട് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കൺട്രോളിന്റെ നെയിം, അതായത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മളൊരു കൺട്രോൾ നെയിം പാസ് ചെയ്യുന്നില്ലേ, അതും പിന്നെ നമ്മൾ ഈ കൺട്രോളിൽ ടൈപ്പ് ചെയ്തിരിക്കുന്ന അതിന്റെ കറസ്പോണ്ടിങ് വാല്യൂ ആണ് ഒബ്ജക്റ്റില് വാല്യൂ ആയിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഈ ഒരു ലൈബ്രറി സെർവ് ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് 3 പർപ്പസ് ആണ്. ഫോം സ്റ്റേറ്റ് മാനേജ്മെന്റ്, ഫോം സബ്മിഷൻ, ഫോം ഡാറ്റ വാലിഡേഷൻ. ഇതിൽ ഈ ഫസ്റ്റ് 2 കാര്യങ്ങൾ നമ്മൾ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്തു. ഡാറ്റ സ്റ്റേറ്റ് മാനേജ്മെന്റും അതുപോലെ ഫോം സബ്മിഷനും. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് ചെയ്യാം, അതായത് ഫോം വാലിഡേഷൻ. വാലിഡേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. എന്താ വാലിഡേഷൻ? ഇപ്പൊ നിങ്ങൾ ബേസിക് ജാവാസ്ക്രിപ്റ്റിലോ അല്ലെങ്കിൽ കോഡിംഗ് ഒന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ പോലും റിയൽ ലൈഫിൽ നിങ്ങൾ ഫോംസ് ഫില്ല് ചെയ്യാറില്ലേ? നമ്മളിപ്പോ PSCന്റെ സൈറ്റിൽ പോയിട്ട് പുതിയൊരു ജോബിന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മുടെ ജോബ് പ്രൊഫൈല് ആ ഒരു ക്രൈറ്റീരിയ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് അവിടെ അവരുടെ സൈറ്റിൽ കയറി നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാറില്ലേ? ചില സമയത്ത് നമ്മളിങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സബ്മിറ്റിനെ പ്രിവെന്റ് ചെയ്ത് ആ പേജ് അങ്ങനെ തന്നെ നിൽക്കും. എന്നിട്ട് അപ്പൊ നമ്മൾ റീചെക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് റിക്വയർഡ് ആയിരിക്കുന്ന ഫീൽഡ്, അതായത് കമ്പൽസറി നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഏതൊക്കെയോ ടെക്സ്റ്റ് ബോക്സുകൾ നമ്മൾ ഫില്ല് ചെയ്യാതെ വിട്ടുപോയിട്ടുണ്ടാവും. അപ്പൊ അവര് ആ ടെക്സ്റ്റ് ബോക്സിന് നേരെ റിക്വയർഡ് എന്ന് പറഞ്ഞ് ഒരു ആസ്റ്റർക്ക് സിമ്പിൾ ഒക്കെ വെച്ചിട്ട് ഒരു മെസ്സേജ് കാണിച്ചിട്ടുണ്ടാവും അല്ലെ? അത് നെയിം ഈസ് റിക്വയർഡ് അല്ലെങ്കിൽ ദ സ്റ്റേറ്റ് ഈസ് റിക്വയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോമിലും നമുക്ക് വാലിഡേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഫോമിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വാലിഡേഷൻ സെറ്റ് ചെയ്യാം? അപ്പം ഒരു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് മസ്റ്റ് ആയിട്ടും നെയിമും പാസ്വേഡും വേണമല്ലേ? ഇമെയിൽ ID ഒരു ഓപ്ഷണൽ ഫീൽഡ് ആണെന്ന് വിചാരിച്ചു, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ മസ്റ്റ് ആയിട്ടും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID ആയിരിക്കണം കൊടുക്കേണ്ടത്. അതായത് @റേറ്റും ഡൊമൈൻ നെയിമും ഒക്കെ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള വാലിഡേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിന് നമ്മൾ എഗെയിൻ ഈ രജിസ്റ്റർ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ രജിസ്റ്റർ മെത്തേഡിന്റെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് കൺട്രോൾ നെയിം ആയിരുന്നു പാസ് ചെയ്ത് കൊടുത്തത്. സെക്കൻഡ് പാരാമീറ്റർ ആയിട്ട് നമുക്ക് ഇതുപോലെ വാലിഡേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം ഈ നെയിം ഫീൽഡിനാണ് വാലിഡേഷൻ സെറ്റ് ചെയ്യുന്നത്. ഓൾസോ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ അകത്ത് കീ വാല്യൂ പേയേഴ്സ് ആയിട്ടാട്ടോ വാലിഡേഷൻ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് റിക്വയർഡ് എന്നാണ്. ഇനി നെക്സ്റ്റ് ഇവിടെ വാലിഡേഷൻ മെസ്സേജ് കൊടുക്കുക. നമുക്ക് കസ്റ്റം മെസ്സേജ് കൊടുക്കാം, അതായത് നെയിം ഈസ് റിക്വയർഡ് എന്നോ എന്തെങ്കിലും. പക്ഷേ ഒന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ട്രിങ് ആയിട്ട് കൊടുക്കാം, അതായത് ഡബിൾ കോട്ട്സിനുള്ളിൽ മെസ്സേജ് കൊടുക്കാം. പക്ഷെ ഒരു ബെറ്റർ വേ എന്ന് പറയുന്നത് ഇതൊരു ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വാല്യൂ ആയിട്ട് ഫസ്റ്റ് വാല്യൂ ട്രൂ എന്ന് കൊടുക്കുന്നു, റിക്വയർഡ് വേണമല്ലോ. രണ്ടാമത് മെസ്സേജ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടിയിൽ മെസ്സേജ് കൊടുക്കുക, നെയിം ഈസ് റിക്വയർഡ് എന്ന് കൊടുക്കുന്നു. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള വാലിഡേഷൻസ് ഒക്കെ വരുമ്പോൾ, ഇപ്പം ഇമെയിലിന്റെ പാറ്റേൺ വാലിഡേഷൻസ് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യേണ്ടി വരും. സോ അപ്പൊ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ വാലിഡേഷനും ഒരേപോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇമെയിലിലേക്ക് വരാം. എഗെയിൻ ഇവിടെ രജിസ്റ്റർ മെത്തേഡിന്റെ അകത്ത് രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇമെയിൽ നമ്മൾ പാറ്റേൺ മാച്ചിങ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID കറക്റ്റ് ഫോർമാറ്റ് ആണോ എന്നാ ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മൾ regex എക്സ്പ്രഷൻ അല്ലേ യൂസ് ചെയ്യാറ്. സോ ഞാൻ എഗെയിൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ കീ ആയിട്ട് പാറ്റേൺ മാച്ചിങ് ആയതുകൊണ്ട് പാറ്റേൺ എന്നാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ വാല്യൂ ആയിട്ട് ഇമെയിൽ ID വാലിഡേറ്റ് ചെയ്യാൻ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ ഇല്ലേ, അത് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ്. അതുപോലെ മെസ്സേജ് ആയിട്ട് ഇൻവാലിഡ് ഇമെയിൽ ID എന്ന് കൊടുക്കുന്നു. ഇനി ഞാൻ മൂന്നാമത്തെ ലാസ്റ്റ് ഫീൽഡ് പാസ്വേഡിലേക്ക് വരുവാണ്. എഗെയിൻ രജിസ്റ്റർ മെത്തേഡിന്റെ അകത്ത് ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യത്തേത് റിക്വയർഡ്, നമ്മൾ നെയിമിൽ ചെയ്ത പോലെ തന്നെ റിക്വയർഡ് വാലിഡേഷൻ സെറ്റ് ചെയ്യുന്നു. വാല്യൂ ട്രൂ ആണ്, മെസ്സേജ് പാസ്വേഡ് ഈസ് റിക്വയർഡ് എന്ന് കൊടുക്കും. സോറി, ഞാനിത് കൊടുത്തപ്പോ
ആ ടെക്സ്റ്റ് ബോക്സിന്റെ പുറത്തായി പോയി, ഞാൻ കട്ട് ചെയ്ത് അതിന്റെ അകത്തേക്ക് ഇടുക കേട്ടോ. ഇനി രണ്ടാമത്തെ പാസ്വേഡിന്റെ വാലിഡേഷൻ കൊടുക്കുന്നത് മിൻ ലെങ്ത് ആണ്. അതായത് ഇപ്പൊ നമുക്ക് പാസ്വേഡ് ചില സൈറ്റിൽ പറയാറില്ല ഇത്ര ലെങ്ത് വേണം, അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ വേണം, സ്മോൾ ലെറ്റർ വേണം, നമ്പേഴ്സ് വേണം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വേണം എന്നൊക്കെ. അപ്പൊ ഞാൻ മിനിമം ലെങ്ത് എന്നുള്ള വാലിഡേഷൻ സെറ്റ് ചെയ്യുവാണ്. അപ്പൊ മിനിമം ലെങ്ത് ആയിട്ട് വാല്യൂ ആയിട്ട് നമുക്ക് ഒരു 3 സെറ്റ് ചെയ്ത് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് 3 ക്യാരക്ടേഴ്സ് വേണം. മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ലോങ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. വാലിഡേഷൻസ് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വാലിഡേഷൻ മെസ്സേജ് ബാക്ക് എൻഡിലേ വരുള്ളൂ. നിങ്ങളൊരു കസ്റ്റമർ ആണെന്ന് വിചാരിച്ചു, നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്ത് ഒരു തേർഡ് പേഴ്സണ് കൊടുത്തു, അവർക്ക് ഈ എറർ ബാക്ക് എൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ഇഷ്യൂ എന്ന് മനസ്സിലാവില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം, ഈ മെസ്സേജ് കസ്റ്റമറിന് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ ഫോം സബ്മിറ്റ് ചെയ്യാതെ, അതായത് ഈ ബട്ടൺ ക്ലിക്ക് വർക്ക് ചെയ്യാത്തതിന്റെ റീസൺ നിങ്ങൾ ഇമെയിൽ അഡ്രസ്സിന്റെ ഫോർമാറ്റ് കൊടുത്തിരിക്കുന്നത് ഇൻകറക്റ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ പാസ്വേഡ് മസ്റ്റ് ആയിരുന്നു, പാസ്വേഡിന്റെ ലെങ്ത് മാച്ച് ആയിട്ടില്ല. അപ്പൊ ഈ രജിസ്ട്രേഷൻ ഇതുകൊണ്ടാണ് രജിസ്ട്രേഷൻ ഫെയിൽ ആയത്. അപ്പൊ മെസ്സേജ് ഡിസ്പ്ലേ ആണ് അല്ലെ. മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ ഫോം ഒബ്ജക്റ്റിൽ നിന്ന് ഫോം സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതിനെ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുകയാണ്. ഈ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എറേഴ്സ് കസ്റ്റമറിന് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി ഈ ഫോം സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിൽ നിന്ന് എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റിന് നമ്മൾ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കണം. ഈ ഒരു ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിന് എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഡീസ്ട്രക്ചറിങ് ചെയ്യുവാണ്. എറേഴ്സ് ഇതൊക്കെ ബിൽറ്റ് ഇൻ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ആണ് കേട്ടോ. ഫ്രം ഫോം സ്റ്റേറ്റ് ഒബ്ജക്ട്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് എറർ മെസ്സേജ് എവിടെയാണ് നമ്മുടെ ഫോമിൽ കാണുക, ഒന്നുകിൽ ആ കൺട്രോളിന്റെ താഴെ ഉണ്ടാവും, അല്ലെ റൈറ്റിലോ അതിന്റെ മുകളിലൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഞാൻ എന്റെ ഓരോ കൺട്രോളിന്റെയും അതായത് ഇൻപുട്ട് ഫീൽഡിന്റെയും താഴെയാണ് ഈ എറർ മെസ്സേജ് കാണിക്കുന്നത്. ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പാരഗ്രാഫ് ടാഗിലാണ് എറർ മെസ്സേജ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ആ പാരഗ്രാഫ് ടാഗിന് ജസ്റ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എറർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു CSS ക്ലാസ് ഞാൻ രജിസ്ട്രേഷൻ ഫോം .css ഫയലിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു കളറും അതിന്റെ ഫോണ്ട് സൈസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഞാൻ ആദ്യം ചെക്ക് ചെയ്യണം എറേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒബ്ജക്റ്റില് എന്റെ കൺട്രോളിന് ഓരോ കൺട്രോളിനും നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് കൺട്രോൾ ഏതാണ്? നെയിം ആണ് അല്ലെ. നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ എന്താണോ കൺട്രോൾ നെയിം കൊടുത്തിരിക്കുന്നത് സെയിം നെയിം കൊടുക്കുക. ഓപ്ഷണൽ ചെയിനിങ് ഇട്ടിട്ട് മെസ്സേജ് കൊടുക്കുക. അതായത് മെസ്സേജ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എറർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാരഗ്രാഫ് ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പാരഗ്രാഫ് ടാഗിന്റെ ടെക്സ്റ്റ് ആയിട്ട് എറേഴ്സിൽ എന്റെ കൺട്രോളിന് സെറ്റ് ചെയ്തിരിക്കുന്ന മെസ്സേജിലെ ആ മെസ്സേജിനെ ഡിസ്പ്ലേ ചെയ്യാം. പിന്നെ ക്ലാസ് നെയിം ആയിട്ട് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്ന എന്റെ CSS ക്ലാസ്സിൽ ഞാൻ തന്നെ ചെയ്തു വെച്ചിരിക്കുന്ന എറർ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എറേഴ്സിൽ ഈ പർട്ടിക്കുലർ കൺട്രോളിന് എറർ വന്നിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. ഞാൻ കോപ്പി ചെയ്തിട്ട് എന്റെ മറ്റ് 2 കൺട്രോളിലേക്കും കൂടെ പേസ്റ്റ് ചെയ്യുകയാണ്. ഇമെയിലിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ കൺട്രോൾ നെയിം ഇമെയിലിന് കൊടുക്കുന്നു. അതേപോലെ ലാസ്റ്റ് വൺ പാസ്വേഡിൻ്റെത് പാസ്വേഡിന്ന് കൺട്രോൾ നെയിം കൊടുക്കുന്നു. ഓക്കെ, ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങളുടെ ഫോം കൺട്രോളിൽ പോയിട്ട് അതിന്റെ നോ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രൗസർ വാലിഡേഷൻ ആയിരിക്കും വർക്ക് ചെയ്യുന്നത് ഓവർ നമ്മുടെ ഹുക്ക് വാലിഡേഷന്റെ മുകളിൽ. സോ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബ്രൗസർ വാലിഡേഷൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാലിഡേഷൻ വർക്ക് ചെയ്യുള്ളൂ ഈ ഒരു ലൈബ്രറിയിലെ. അതിന് വേണ്ടിയിട്ടാണ് നോ വാലിഡേറ്റ് എന്ന് കൊടുത്തത്. ഓക്കെ, ഇനി ഞാൻ വന്നിട്ട് ഇൻവാലിഡ് ആയിട്ടൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഡബ്ല്യൂ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ എല്ലാത്തിലും എറർ മെസ്സേജ് വരൂ അല്ലെ. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം ഈസ് റിക്വയർഡ്. സോറി, ഞാനിവിടെ ഇമെയിലിന്റെ കൺട്രോളിന്റെ നെയിം മെസ്സേജിൽ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇമെയിൽ ആക്കി കൊടുക്കുക. അതേപോലെ ഇവിടെ പാസ്വേഡ് ആക്കി കൊടുക്കുക. അതാണ് എല്ലാത്തിനകത്തും നെയിം ഈസ് റിക്വയർഡ് വന്നത്. റിഫ്രഷ് ചെയ്യുക. ഞാൻ ഇൻവാലിഡ് ആയിട്ടൊരു ഇമെയിൽ ID അഗൈൻ കൊടുക്കുകയാണ്. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം ഈസ് റിക്വയർഡ്, ഇൻവാലിഡ് ഇമെയിൽ അഡ്രസ്, പാസ്വേഡ് ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. സോ ഞാൻ നെയിം കൊടുക്കുന്നു അനു സിജു എന്ന് പറഞ്ഞിട്ട്.
കറക്റ്റ് ആയിട്ട് ഒരു ഇമെയിൽ ID കൊടുക്കുകയാണ്. anu@gmail.com എന്ന് കൊടുക്കുന്നു. ഇനി പാസ്വേഡ് ജസ്റ്റ് ഒരു 22 കൊടുത്തുള്ളൂ. അപ്പൊ പാസ്വേഡ് മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 3 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നു. നമ്മളത് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. 1 2 3 കൊടുക്കുക. അഗെയിൻ നമ്മൾ ഇൻസ്പെക്ട് ചെയ്തിട്ട് അപ്പൊ നമ്മളിപ്പോ എല്ലാ ഡാറ്റയും പെർഫെക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഡാറ്റയും വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ വാലിഡേഷൻ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇവര് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള വാലിഡേഷൻസ് അല്ലേ. ഇനി എങ്ങനെയാണ് കസ്റ്റം വാലിഡേഷൻ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. കസ്റ്റം വാലിഡേഷൻ മെസ്സേജ് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ അകത്ത്, ഈ വാലിഡേഷൻ സെറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ അകത്ത് കീ വാല്യൂ പേഴ്സ് ആയിട്ട് പാസ് ചെയ്യാം. അപ്പൊ കീ വാല്യൂ പേഴ്സ് ആയിട്ട് പാസ് ചെയ്യുമ്പം അതിന് കീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടത് വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കീ ആണ്. വാല്യൂ ആയിട്ട് ഒരു ഫംഗ്ഷൻ പാസ് ചെയ്യാം. ഈ ഫംഗ്ഷന്റെ അകത്ത് ഇൻപുട്ട് ആയിട്ട് ഈ കൺട്രോളിന്റെ ഫീൽഡ്, ഈ കൺട്രോളിൽ നമ്മളിപ്പോ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു വാല്യൂ ആയിരിക്കും വരിക. കാരണം വാല്യൂ ബേസ് ചെയ്തിട്ടല്ലേ നമ്മൾ കസ്റ്റം വാലിഡേഷൻസ് ചെയ്യാറ്. ഇതിനകത്ത് നമുക്ക് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാം. ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ അത് എന്താണോ എറർ മെസ്സേജ് കാണിച്ചു കൊടുക്കേണ്ടത് ആ എറർ മെസ്സേജിന് റിട്ടേൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇവർ യൂസർ നെയിം കൊടുത്തിരിക്കുന്നത് അഡ്മിൻ ആണെങ്കിൽ അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ആ ഒരു അഡ്മിൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ നെയിം ഒരു ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ടുള്ളതാണ്. സോ വേറെ എന്തെങ്കിലും യൂസർ നെയിം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചില സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇമെയിൽ ID ഓൾറെഡി എക്സിസ്റ്റിംഗ് യൂസർ നെയിം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നില്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ആണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫീൽഡ് വാല്യൂ നോട്ട് ഈക്വൽ ടു അഡ്മിൻ ആണെങ്കിൽ എന്ത് ചെയ്യുക, അത് ട്രൂ വാല്യൂ റിട്ടേൺ ചെയ്യും. ഓർ ആണെങ്കിൽ ഒരു എറർ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്റർ അനദർ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. സോറി, ഞാനൊരു ഈക്വൽ ടു അഡീഷണൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാ ഇവിടെ എറർ മെസ്സേജ് കാണിച്ചത്. നമുക്ക് കസ്റ്റം വാലിഡേഷൻ ഒരു പർട്ടിക്കുലർ ഫീൽഡിന് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഓപ്ഷണൽ ആയിട്ട് അത് നമുക്ക് എഗെയിൻ ഈ രജിസ്റ്റർ മെത്തേഡിൽ നമ്മൾ വാലിഡേഷന് വേണ്ടി സെറ്റ് ചെയ്യുന്ന സെയിം ഒബ്ജക്റ്റിൽ പാസ് ചെയ്യാം. അവിടെ വാലിഡേറ്റ് എന്ന് പറഞ്ഞ കീയും വാല്യൂ ആയിട്ടൊരു ഫംഗ്ഷനുമാണ് പാസ് ചെയ്യേണ്ടത്. ഫംഗ്ഷന്റെ ഉള്ളിൽ അതിന് ഫീൽഡ് വാല്യൂ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫീൽഡ് വാല്യൂവിനെ ബേസ് ചെയ്ത് കണ്ടീഷൻസ് ചെക്ക് ചെയ്യുക. കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യുക. അല്ലെങ്കിൽ അവിടെ നമുക്ക് പ്രിവെന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് മെസ്സേജ് ആണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ആ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്ന് റിഫ്രഷ് ചെയ്തിട്ട് ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞ യൂസർ നെയിം കൊടുക്കുന്നു. പിന്നെ ഇമെയിൽ ID ഒക്കെ ഞാൻ വാലിഡ് ആയിട്ടൊരു ഇമെയിൽ ID സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. പാസ്വേഡ് 1 2 3 കൊടുക്കുകയാണ്. രജിസ്റ്റർ മെത്തേഡ് ക്ലിക്ക് ചെയ്യുമ്പം എന്റർ അനദർ യൂസർ നെയിം നമ്മൾ ആ കൊടുത്തിരിക്കുന്ന കസ്റ്റം വാലിഡേഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. എഗെയിൻ ഞാൻ എന്ത് ചെയ്യാണ്, ഈ യൂസർ നെയിം മാറ്റിയിട്ട് നേരത്തെ നമ്മൾ കൊടുത്തിരിക്കുന്ന സെയിം അന്നു സിജു എന്ന് തന്നെ കൊടുക്കുന്നു. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് ഫോം സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഈ വാലിഡേറ്റ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കസ്റ്റം വാലിഡേഷൻ മെസ്സേജ് സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് വേണ്ടത് സെറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ യൂസർ നെയിമിൽ സ്പേസ് വരില്ല, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണോ നിങ്ങൾക്ക് നിങ്ങളുടെ സെർവറിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇപ്പൊ API റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ നമ്മുടെ യൂസ് ഫോം ഹുക്കിന്റെ ഓൾമോസ്റ്റ് ബേസിക്സ് എല്ലാം കവർ ചെയ്തു. അതായത് വാലിഡേഷനും ഡാറ്റ മാനേജ്മെന്റ് ഒക്കെ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഇതിന്റെ എൻഹാൻസ്ഡ് ഫീച്ചേഴ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഫോം ലോഡ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ചില ഫോംസ് ശ്രദ്ധിച്ചിട്ടില്ലേ, അവിടെ ചില ഡീഫാൾട്ട് വാല്യൂസ് ചില കൺട്രോൾസിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു പേഴ്സന്റെ പ്രൊഫൈൽ ആണെങ്കിൽ ചിലപ്പോൾ ഡീഫാൾട്ട് ആയിട്ട് സിറ്റിയും കൺട്രിയും ഒക്കെ ഡ്രോപ്പ് ഡൗണിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില ചെക്ക് ബോക്സസ് ടിക്ക് ഓൺ ആയിരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. അപ്പൊ നമ്മുടെ ഈ ഫോമിൽ എങ്ങനെയാണ് ഡീഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്നത് നോക്കാം. അത് നമ്മുടെ യൂസ് ഫോം ഹുക്കിലാണ് ചെയ്യാൻ പോകുന്നത്. യൂസ് ഫോം ഹുക്കിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കുക. ഈ ഒബ്ജക്റ്റിന്റെ കീ ഡീഫാൾട്ട് വാല്യൂസ് എന്നാണ് പാസ് ചെയ്യേണ്ടത്. ഇനി എഗെയിൻ ഒരു ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ ഒബ്ജക്റ്റിൽ കീ വാല്യൂ പേഴ്സ് ആയിട്ട് നമ്മുടെ ഡീഫാൾട്ട് വാല്യൂസ് പാസ് ചെയ്യണം. അതായത് കീ ആയിട്ട് നമ്മുടെ കൺട്രോളിന്റെ നെയിമും വാല്യൂ ആയിട്ട് നമ്മൾ അതിന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കറസ്പോണ്ടിങ് വാല്യൂവും പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഞാൻ ഫസ്റ്റ് കൺട്രോൾ നെയിം എന്നാണ് സെറ്റ് ചെയ്യുന്നത്. എനിക്ക് ഡീഫാൾട്ട് ആയിട്ട് നെയിം ഒന്നുമില്ല. സോ ഞാൻ ഒരു എംപ്റ്റി സ്ട്രിംഗ് ആണ് പാസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കൺട്രോൾ ഇമെയിൽ അല്ലേ. അപ്പൊ ഞാൻ ഇമെയിലിന് default@gmail.com എന്ന് പറഞ്ഞിട്ടൊരു ഇമെയിൽ അഡ്രസ്സ് ഡീഫാൾട്ട് ആയിട്ട് പാസ് ചെയ്യുവാണ്. ഇനി ഫൈനലി പാസ്വേഡിന് എനിക്ക് ഡീഫാൾട്ട് വാല്യൂസ് ഒന്നും ഉണ്ടാവില്ല.
കസ്റ്റമർ സെറ്റ് ചെയ്യുന്നത് അല്ലേ. ഇത്രയും ഇതൊരു ഇമെയിലും സാധാരണ അവർ സെറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഞാൻ ജസ്റ്റ് എക്സാമ്പിളിന് വേണ്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഡീഫാൾട്ട് വാല്യൂസ് പാസ് ചെയ്യുന്നത്. യൂസ് ഫ്രം ഹുക്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് യൂസ് ഫ്രം ഹുക്ക് കോൾ ചെയ്യുന്ന സമയത്ത് ഒബ്ജക്റ്റ് ആയിട്ട് പാസ് ചെയ്തെടുക്കുക. ഒബ്ജക്റ്റിലെ ഡീഫാൾട്ട് വാല്യൂ കീയും എഗെയിൻ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കൺട്രോൾ നെയിമും, അതായത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ കൺട്രോളിന് സെറ്റ് ചെയ്യുന്ന നെയിം ആയിരിക്കും കീ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. വാല്യൂ ആയിട്ട് ഡീഫാൾട്ട് വാല്യൂ പാസ് ചെയ്ത് കൊടുക്കുക. എഗെയിൻ നമ്മുടെ ബ്രൗസറിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ, നമ്മൾ ആ പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഡീഫാൾട്ട് ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ കൺട്രോളിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോം അല്ലേ. ഇനി നമ്മുടെ ഫോമിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഡാറ്റ വരുവാന്ന് വിചാരിച്ചോ. അതായത് നമ്മുടെ ഫോമിൽ ഡാറ്റയിൽ നെസ്റ്റഡ് ഒബ്ജക്ട്സും അറേസും ഒക്കെ വരുവാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇതൊരു രജിസ്ട്രേഷൻ ഫോം അല്ലേ. ഇവിടെ ഒരു അഡ്രസ് ഫീൽഡ് ഉണ്ടെന്ന് വിചാരിച്ചു. അഡ്രസ് ഫീൽഡ് ഒരു നെസ്റ്റഡ് ഒബ്ജക്റ്റ് അല്ലേ. അവിടെ സ്ട്രീറ്റ്, സിറ്റി, സിപ്പ് കോഡ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവൂലേ. അപ്പൊ ഇതിനെല്ലാം സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൺട്രോൾസ് ഉണ്ടാവുന്നത്. പക്ഷെ നമ്മൾ ഡീഫാൾട്ട് വാല്യൂ പാസ് ചെയ്യുമ്പോൾ ഒരു നെസ്റ്റഡ് ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെയാന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫോമിന്റെ അകത്ത് 3 കൺട്രോളും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇൻപുട്ട് രജിസ്റ്ററിൽ അതിന്റെ ആ കൺട്രോൾ നെയിം ആയിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്രസ് ഡോട്ട് സ്ട്രീറ്റ് എന്ന് കൊടുക്കുക. പിന്നെ വാലിഡേഷൻ മെസ്സേജ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അഡ്രസ് ഡോട്ട് സിറ്റി ആണ് രണ്ടാമത്തത്. മൂന്നാമത്തത് അഡ്രസ് ഡോട്ട് സിപ്പ് കോഡ്. ഇനി നമ്മൾ ഡീഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ആദ്യം അഡ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള കീ കൊടുക്കുക. അതിന്റെ അകത്ത് നെസ്റ്റഡ് ഒബ്ജക്റ്റ് ആയിട്ട് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് സ്ട്രീറ്റ് നമുക്ക് 1 2 3 മെയിൻ സ്ട്രീറ്റ് എന്ന് കൊടുക്കാം. രണ്ടാമത്തത് സിറ്റി, ഒരു കൊല്ലം എന്ന് കൊടുക്കാം. ഫൈനലി സിപ്പ് കോഡായിട്ട് 1 2 3 എന്ന് കൊടുക്കുന്നു. ഇനി നമ്മുടെ ഫോമിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ ഇതുപോലെ നെസ്റ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സും അറേസ് ഒക്കെ വരുന്ന സമയത്ത്, അതായത് ഒരു കൺട്രോൾ അതൊരു ഗ്രൂപ്പ് ഓഫ് കൺട്രോൾസ് ആയിരിക്കും, റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആയിരിക്കും ആ കൺട്രോളിൽ വരുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ ആ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു കോമൺ അറേന്റെ നെയിം ഡോട്ട് എന്ന് പറഞ്ഞ് അതിന്റെ ഇൻഡിവിജ്വൽ കൺട്രോൾ നെയിം കൊടുത്താൽ മതി. ഇതുപോലെ അഡ്രസ് ഡോട്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡീഫാൾട്ട് വാല്യൂ സെറ്റ് ചെയ്യുമ്പോഴും ഇതുപോലെ നെസ്റ്റഡ് ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ അഡ്രസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കൺട്രോൾസും ഡീഫാൾട്ട് വാല്യൂസും ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് വാച്ച് മെത്തേഡ് ആണ്. വാച്ച് മെത്തേഡും ഈ ഫോം ഒബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡീഫാൾട്ട് മെത്തേഡ് ആണ്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോളിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പോൾ എസ്പെഷ്യലി ഡെവലപ്പേഴ്സിനായിരിക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റുക അവരുടെ ഡെവലപ്മെന്റിന്റെ ടൈമിൽ. അതായത് ഇപ്പോൾ 2 കൺട്രോൾസ് റിലേറ്റഡ് ആണെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കൺട്രോളിന്റെ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള കൺട്രോളിൽ എന്താ വരുന്നത്, ബഗ് ഫിക്സിനും ഡീബഗിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ബേസിക്കലി ഇത് നമ്മുടെ കൺട്രോൾസിന്റെ വാല്യൂസിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ ആദ്യം ഫോം ഒബ്ജക്റ്റിൽ നിന്ന് വാച്ച് മെത്തേഡിനെ ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കുവാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇതൊരു മെത്തേഡാണ്. സോ ഞാൻ ഈ വാച്ച് മെത്തേഡിനെ കോൾ ചെയ്യുവാണ്. ഇനി ഏത് കൺട്രോളിനെയാണോ മോണിറ്റർ ചെയ്യേണ്ടത് ആ കൺട്രോളിന്റെ നെയിം പാസ് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ആ കൺട്രോളിനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത്. സോ ഞാനത് പാസ് ചെയ്തു. എന്നിട്ട് ഇത് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഞാൻ വാച്ച് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുവാണ്. ഇനി ഞാൻ വന്നിട്ട് ഈ ഫോമിന്റെ അകത്ത് പുതിയൊരു ഡിവിഷനും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് ഒരു ലേബൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ലേബലിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വാച്ച് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ആ വാല്യൂ അല്ലെ, അതിനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ബ്രൗസറിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ നെയിം ഫീൽഡിനല്ലായിരുന്നു വാച്ച് സെറ്റ് ചെയ്തത് മോണിറ്ററിങ്. അപ്പോൾ ആ കറസ്പോണ്ടിങ് വാല്യൂ നമുക്കിവിടെ വരുന്നത് കാണാം. ഇപ്പൊ ഡൈനാമിക് ആയിട്ട് സെറ്റ് ചെയ്യുന്ന ഫീൽഡ്സ് ഒക്കെ ഇല്ലേ, അതിന്റെ വാല്യൂസ് ഒക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഈ വാച്ച് ഫീൽഡിൽ ഇത് നമുക്ക് സിംഗിൾ ഫീൽഡ് മാത്രമല്ല കേട്ടോ, മൾട്ടിപ്പിൾ ഫീൽഡും നമുക്ക് വാച്ച് ചെയ്യാം. അതിന് സ്ട്രിങ്ങിന് പകരം അരയോ ഫീൽഡ്സ് പാസ് ചെയ്താൽ മതി. ഞാനിവിടെ ഇമെയിൽ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അതുപോലെ നെയിമും പാസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അഗെയിൻ നെയിം ഫീൽഡ് വരുന്നുണ്ട്, അതുപോലെ ഡീഫാൾട്ട് ഇമെയിൽ ഐ ഡിയും വന്നിട്ടില്ലേ. പിന്നെ അതിലും വന്ന് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഇമെയിൽ ഐ ഡിയും കാണാം. അപ്പോൾ മൾട്ടിപ്പിൾ ഫീൽഡും ഇതുപോലെ അറ്റ് എ ടൈമിൽ നമുക്ക് മോണിറ്റർ ചെയ്യാം.
നെക്സ്റ്റ് നമുക്ക് ഈ ഫോം സബ്മിഷനെ എങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പൊ ഡിസേബിൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഫോം ലോഡ് ചെയ്തു, അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഇന്ററാക്ഷൻസ് ഒന്നും ചെയ്തില്ല, അതായത് യൂസർ ഒരു വാല്യൂവും ഈ കൺട്രോളിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എറർ വന്നു, അപ്പൊ നമുക്ക് മാനുവൽ ആയിട്ട് ഈ ഫോം സബ്മിഷനെ ഡിസേബിൾ ചെയ്യണമെന്ന് വിചാരിച്ചോ. അതിന് നമുക്ക് ഈ സബ്മിറ്റ് ബട്ടണിൽ ഡിസേബിൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അതിന് ഇവിടെ നമ്മൾ കണ്ടീഷൻ കൊടുക്കണം അല്ലേ. അപ്പൊ നിങ്ങളുടെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് കണ്ടീഷൻ മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് 2 കണ്ടീഷനാണ്, അതായത് എന്റെ ഫോമിൽ മോഡിഫിക്കേഷൻസ് ഒന്നും വന്നിട്ടില്ല, അല്ലെങ്കിൽ ഇൻവാലിഡ് ആണ്, അതായത് എന്തോ വാലിഡേഷൻ എറേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ 2 കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽറ്റിൻ ആയിട്ട് 2 പ്രോപ്പർട്ടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോം സ്റ്റേറ്റ് നമ്മൾ നേരത്തെ എറേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് നമ്മുടെ ഫോമിൽ നിന്ന് ഡീസ്ട്രക്ചറിങ് ചെയ്ത ആ എറേഴ്സ് ഒബ്ജക്റ്റിലെ ആ ഫോം സ്റ്റേറ്റ് ഒബ്ജക്റ്റിലെ അതിൽ നിന്ന് ഈസ് ഡേർട്ടി ഈസ് വാലിഡ് ഈ 2 പ്രോപ്പർട്ടീനെ ആക്സസ് ചെയ്യുക. ഈസ് ഡേർട്ടി എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ഈ ഫോം കൺട്രോൾസിന്റെ വാല്യൂസ് മോഡിഫൈ ചെയ്തു, അതായത് നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ കൺട്രോൾസിലും ടച്ച് ചെയ്ത് അത് മോഡിഫൈ ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ ഫോം ലോഡ് ചെയ്ത ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണുള്ളത്, അതിന്റെ ഡിഫാൾട്ട് വാല്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്. ഒരു ഫീൽഡ് വാല്യൂ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബൈ ഡിഫാൾട്ട് ഇതിന്റെ വാല്യൂ ഫാൾസ് ആയിരിക്കും. ഇനി ഈസ് വാലിഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫോം വാലിഡേഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും എറേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ ഫാൾസ് ആയിട്ട് വരും. അപ്പൊ ഈ 2 വാല്യൂ ഫാൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് വാല്യൂസിൽ ഏതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫോം സബ്മിഷനെ ഡിസേബിൾ ചെയ്യാം. നോട്ട് ഈക്വൽ ടു ഈസ് ഡേർട്ടി ഓർ നോട്ട് ഈക്വൽ ടു ഈസ് വാലിഡ് ആണെങ്കിൽ സബ്മിഷനെ നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഫോം ലോഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്, നമ്മൾ ചേഞ്ചസ് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബട്ടൺ ഡിസേബിൾഡ് ആണ്, അതായത് നമ്മൾ ഫോം സബ്മിഷൻ ഇവിടെ ഡീഫാൾട്ട് വാല്യൂവിൽ തന്നെയാണ് നിൽക്കുന്നത്, ചേഞ്ചസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡിസേബിൾഡ് ആയിട്ട് നിൽക്കുവാണ്. ഇനി ഞാൻ എന്റെ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്തു, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തില്ല, അപ്പൊ അവിടെ വാലിഡേഷൻ എറർ വരും അല്ലേ. അഗെയിൻ ഇവിടെ ഡിസേബിൾഡ് ആയിട്ട് തന്നെയാണ് സബ്മിഷൻ നിൽക്കുന്നത്. ഇനി നമുക്ക് പാസ്വേഡും കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഈ ഒരു ബട്ടൺ എനേബിൾഡ് ആയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോം സബ്മിഷൻ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡിസേബിൾഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമ്മുടെ റിക്വയർമെന്റിന് അനുസരിച്ചിട്ട് ഫോം സബ്മിഷനെ ഡിസേബിൾ ചെയ്യാം. നമ്മളൊരു ഫോം എടുത്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ബട്ടന്റെ കൂടെ മസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ബട്ടൺ അല്ലെ റീസെറ്റ് ബട്ടൺ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് ഈ ഫോം ഡാറ്റ റീസെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനും ഈ ഫോം ഒബ്ജക്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്ത മെത്തേഡാണ് റീസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്. ഇത് ജസ്റ്റ് കോൾ ചെയ്താൽ മതി, ഫോം ഡാറ്റ റീസെറ്റ് ആയിക്കോളും. സോ ഞാൻ വന്നിട്ട് ഒരു ബട്ടണും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ബട്ടൺ അതിന്റെ ടെക്സ്റ്റ് ആയിട്ട് റീസെറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഇനി ഈ ബട്ടന്റെ ടൈപ്പ് ബട്ടൺ തന്നെ കൊടുക്കുന്നു. നെക്സ്റ്റ് ഓൺ ക്ലിക്ക് ഇവന്റിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന റീസെറ്റ് മെത്തേഡിലെ ഹുക്കിന്റെ അതിനെ കോൾ ചെയ്യാം. പിന്നെ ഞാൻ ഇതിന്റെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സബ്മിറ്റ് ബട്ടന്റെ സെയിം CSS ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇന്റർഫേസിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ റീസെറ്റ് ബട്ടൺ കാണാം. ഞാൻ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതേപോലെ ഡീഫാൾട്ട് ആയിട്ടുള്ള ഇമെയിൽ ID ഒന്ന് ഓവർ റൈഡ് ചെയ്യുവാണ്. പാസ്വേഡും സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. റീസെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസ് ഒക്കെ അത് റീസെറ്റ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഡീഫാൾട്ട് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് ഇമെയിൽ കൺട്രോളിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് റീസെറ്റ് മെത്തേഡിന്റെ വേറൊരു യൂസ് കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ റീസെറ്റ് ആയി പോകുന്നത് കണ്ടിട്ടില്ലേ. അതായത് നമുക്ക് പിന്നെ ആ ഡാറ്റേന്റെ ആവശ്യം ഉണ്ടാവില്ല. അപ്പൊ അവിടെയും നമുക്ക് റീസെറ്റ് മെത്തേഡിനെ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഈ ഫോം ഒബ്ജക്റ്റ് തന്നെ വേറൊരു ബൂലിയൻ വേരിയബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ സബ്മിറ്റ് സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് യൂസർഫെറ്റ് ഹുക്കും കൂടെ യൂസ് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് യൂസർഫെറ്റ് ഹുക്കിൽ ഈ വേരിയബിൾ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ റീസെറ്റ് മെത്തേഡിനെ കോൾ ചെയ്യുക, ഫോം കൺട്രോൾസിനെ റീസെറ്റ് ചെയ്യുക. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. കിട്ടുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് വേറൊരു സെപ്പറേറ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് യൂസ് ഫോം ഹുക്കിന്റെ ബേസിക്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഫോം സബ്മിഷനിലല്ലേ വാലിഡേഷൻ ചെയ്തത്, അല്ലാതെയുള്ള വാലിഡേഷൻ മോഡ്സും അതേപോലെ അസിൻക്രോണസ് മെത്തേഡിൽ ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമന്റ് ചെയ്യാം കേട്ടോ.